ഇന്നലെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തുടങ്ങി ആദ്യമേ തന്നെ കാണിക്കുന്നത് നൂറയും നെവിനും തമ്മിലുള്ള ഫൈറ്റായിരുന്നു. നെവിൻ ഉണ്ടെങ്കിൽ അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു ഓറഞ്ച് എടുക്കാൻ വേണ്ടി. ഇത് കണ്ടത് നൂറ സംസാരിക്കുന്നത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കുന്നുണ്ടായിരുന്നു. അത് തമ്മിലൊരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ തുടങ്ങി. നൂറയും നെവിനും തമ്മിലുള്ള ഒരു വഴക്കായിരുന്നു ആദ്യമേ തന്നെ ബിഗ് ബോസിൽ ഫസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നത്. അത് ആയിരുന്നു മെയിനായിട്ടുള്ള അടി. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മെയിനായിട്ട് അടി നടന്നിട്ടുള്ളത് ഫസ്റ്റ് അനുമോളും റെന ഫാത്തിമയും തമ്മിലായിരുന്നു. റെനയുണ്ടെങ്കിൽ വന്ന് അനുമോളെ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പൊരിഞ്ഞ അടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അനുമോൾ തിരിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. റെനയ്ക്കെതിരെ സംസാരവും അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പാനി ശരത്ത് നേരെ വന്നിട്ട് പറയുന്നുണ്ട്, റെന നീ നീറ്റ് പോ എന്ന് പറഞ്ഞിട്ട് റെനയെ ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു. അതാണ് അനുമോളുടെ ആദ്യത്തെ അടി. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളും കരച്ചിലും ഒക്കെ ആയിരുന്നു. എന്നെ ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് മെയിനായിട്ട് നടന്ന അപ്പാനി ശരത്തും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ ഒരടി ഉണ്ടായിരുന്നു. കാരണം അനുമോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കാണാൻ ജിസേൽ ഇരുന്ന് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജിസേലാണെങ്കിൽ കുക്കിംഗ് ടീമിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അവർക്ക് കുക്കിംഗ് ടീമിലുള്ളവർക്ക് മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടത് അനുമോൾ ഭയങ്കരമായിട്ട് ഒന്നാതെ ജിസേലിനോട് ഒരു ഗ്രഡ്ജും കാര്യങ്ങളും ഉണ്ട്. നേരെ അപ്പാനെ അടുത്ത് നോക്കിയത് എന്താണ് ജിസേൽ ഇവിടെ ഒന്ന് കുക്ക് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ വേറെ ആരും കയറാൻ പാടില്ല എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അടി അവർ തമ്മിലുണ്ടായി. ആ സമയത്ത് ഒരു മണ്ടൻ ക്യാപ്റ്റൻ അനുമോളുണ്ടെങ്കിൽ അപ്പാനിയെ വിളിക്കുന്നുണ്ട്. ഇത് അപ്പാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ തന്നെ രണ്ടുപേരും അടിയായി ഭയങ്കര രീതിയിലേക്ക് അടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അനുമോളുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുന്ന് ബിൻസി എവിക്റ്റായി പോയതിൻ്റെ കാര്യം നിങ്ങളാണ്, നിങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് പുള്ളിക്കാരി ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു, ഇവിടുന്ന് എവിക്റ്റായി പോയെന്ന് പറയുന്നു. ഇത് കേട്ടോ അപ്പാനി ശരത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്താ നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അക്ബറും നീ പറഞ്ഞത് ശരിയായിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോൾ ഭയങ്കര കൂളായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ ബെഡിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചെന്നിട്ട് അനുമോൾ എന്താണ് സംസാരിക്കുന്നത് പറഞ്ഞ് അങ്ങനെ അനുമോളുടെ അടുത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞത് അപ്പാനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നടന്ന പിന്നൊരു ഫൈറ്റ് എന്ന് പറയുന്നത് ശാരിക അതുപോലെ തന്നെ സരികയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. സരികയും മറ്റേ ആ ഒരു ഓട്ട് സീറ്റ് പോലത്തെ ഉള്ളത് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ അധികം ഫണ്ണായിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരിക ഉണ്ടെങ്കിൽ സരിക എടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെന്തോ ആൾക്കാരെ വശീകരിച്ചെടുക്കുകയാണോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരിച്ചു. അവിടെ വെച്ച് ഭയങ്കര കൂളാന്നൊക്കെ പറഞ്ഞ് സരിക ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ശാരിക പറഞ്ഞത് ശരിയായില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായി, ഇങ്ങനെ എന്തിനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അതൊരു ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. ഇതിനിടെ നോമിനേഷൻ നടക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുമോള്, സാരിക, ശരിക അങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിക ഉണ്ടെങ്കിൽ വെളിയിറങ്ങി വന്നിട്ട് ശാരിക എടുത്ത് നീ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, എനിക്കിപ്പോഴും വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം തുടങ്ങി. കാരണം നോമിനേഷനിൽ വന്നല്ലോ. അങ്ങനെ അത് ഒരു പാട്ടിന് പോയതിന് ശേഷം പിന്നെ ശരിക ഉണ്ടെങ്കിൽ സാരിക എടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് മാപ്പൊക്കെ ചോദിച്ച് അതങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വലിയ ജസ്റ്റ് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ശ്രമിച്ചതാണ്, അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇന്നലെ നടന്ന എപ്പിസോഡാണ് ഷാനവാസ് അപ്പാനി ശരത്തും ജിസയിലൊക്കെ അക്ബർ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഞാനിപ്പം വെറുതെ ഇരിക്കുന്നത് നിങ്ങളെയൊന്നും എടുത്തിട്ട് അടിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റ് പോയിന്റ് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, എൻ്റെ ഒരു പെങ്ങൾ വെളിയിലുണ്ട്. ഇത് പറഞ്ഞത് അപ്പാനി ശരത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൻസിയും അപ്പാനി ശരത്തും തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നാണ് ഹൗസിൽ ഫുള്ള് പറയുന്നത്. അതാണ് അനുമോളും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് ബിൻസി വെളിയിൽ പോയെന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് പറഞ്ഞതോടെ അപ്പാനി ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നുമില്ല തോന്നുകയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അപ്പാനി ഭയങ്കരമായിട്ട് ഒരുമാതിരി ഒതുങ്ങിപ്പോയി. സാധാരണ അങ്ങനെ ദേഷ്യപ്പെടുന്ന പുള്ളിക്കാരൻ അങ്ങ് ഒതുങ്ങിപ്പോയി. ഷാനവാസ് പറഞ്ഞ് എനിക്കിതൊക്കെ എടുത്ത് അടിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ, പക്ഷേ നിൻ്റെ അത്ര ഞാൻ തറയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഷാനവാസ് അവസാനം വന്നപ്പോൾ അങ്ങ് തൂക്കിയ ഒരു എപ്പിസോഡിലൊന്നും എന്നെ പറയണം. അതുപോലെ തന്നെ ജിസേലിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നിന്നെ അക്ബർ നോക്കുന്ന രീതി അത്ര ശരിയായിട്ടുള്ള നോട്ടമൊന്നുമല്ലത്, എനിക്കറിയാവുന്ന കാര്യമാണ്, അതൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ജിസേൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്തൊക്കെയായിരുന്നു പറയുന്നത്. പക്ഷെ എന്തായാലും ഷാനവാസിന് എന്താണോ പറയാനുള്ളത് കറക്റ്റായിട്ട് ജിസേലിൻ്റെയും അപ്പാനിയുടെ ശരത്തക്കിൻ്റെയൊക്കെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് മനസ്സിലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ.